നമ്മളിപ്പോൾ നിൽക്കുന്നത് കടുത്തുരുത്തിയിലാണ്. കടുത്തുരുത്തിയിലുള്ള ഒരു കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കടുത്തുരുത്തിയിലാണ്. ഇവിടെ ഇപ്പോൾ കണ്ടോ, എനിക്ക് മുന്നിലിരിക്കുന്ന കുറച്ച് പേരെ കണ്ടോ. ഇവരൊക്കെ അവരുടെ തൊഴിലിന്റെ വൈദഗ്ധ്യം പ്രദർശിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് PM വിശ്വകർമ്മ യോജനയുടെ ഭാഗമായിട്ട് ഒരു ട്രെയിനിങ് ക്യാമ്പ് ഇവിടെ നടന്നു വരുന്നുണ്ട്. അതിൽ എത്തിച്ചേർന്നിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇവര്. അപ്പോൾ ഈ കോളേജ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത്തരം നൈപുണ്യ വികസന പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് 2ാമത്തെ വർഷമല്ലേ? നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അതോ 2ാമത്തെ വർഷമാണോ? ഓക്കെ. ഇതിപ്പോ എന്താ ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾ ഇതിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നോ? കഴിഞ്ഞ വർഷം അറിയായിരുന്നു. എന്നിട്ട് കഴിഞ്ഞ വർഷം വരാൻ പറ്റിയായിരുന്നോ? അന്നെന്തായിരുന്നു? കൊട്ട നിർമ്മാണം തന്നെയായിരുന്നോ? ആയിരുന്നു. എന്നിട്ട് പരിശീലനം കിട്ടിയിട്ട് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ ഒരു സമയത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നത് സന്തോഷമുണ്ടോ? ശരി. വന്നിട്ട് ട്രെയിനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താണ് അഭിപ്രായം ഇതിനെ കുറിച്ചിട്ട്? നിങ്ങൾ എങ്ങനെയാ ഇതിനെ കുറിച്ച് അറിയാൻ പറ്റിയത്? അക്ഷയയിൽ അപേക്ഷ കൊടുത്ത് പിന്നെ അവിടുന്ന് പഞ്ചായത്തിൽ വിളിച്ച് പഞ്ചായത്ത് ക്ലാസ് തന്നു. എന്നിട്ടാണ് ഈ വിവരങ്ങളൊക്കെ ഞങ്ങളോട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കുറച്ചൊക്കെ അറിയാമായിരുന്നു? കാരണം ഇത് വൈദഗ്ധ്യം ലഭിച്ചവരാണല്ലോ ഇത് ചെയ്യുന്നത്. അതാണ് ചോദിച്ചത്. നേരത്തെ അറിയാം. പരമ്പരാഗതമായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരാണോ? ആണ്. അപ്പൊ കുറച്ചും കൂടെ ഈ കൊട്ട നിർമ്മാണത്തിലോട്ട് എത്തിച്ചേരാൻ കാരണം, അതോ നിങ്ങൾക്ക് ഇത്ര ഓപ്ഷൻസുകൾ ഉണ്ട് അതനുസരിച്ചിട്ടാണോ നിങ്ങൾ ഇതിലേക്ക് എത്തിച്ചേർന്നത്? അങ്ങനെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴേ കൊട്ടയും നെയ്യുന്നുണ്ട്. പിന്നെ പായാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ ട്രെയിനറിനെ കുറിച്ചിട്ട് എന്താണ് ട്രെയിനിങ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ചെയ്യുന്നുണ്ട്. പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ. പ്രാക്ടിക്കൽ ക്ലാസ് ആണോ അതോ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണോ? രണ്ടുമുണ്ട്. വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പൊതുവെ എന്താണ് അമ്മ ഇത്രയും സമയമായിട്ട് ഇത്രയും പ്രായമായിട്ട് ഇതിലൊക്കെ വളരെ രസകരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ടോ? ഇതിനെ കുറിച്ച് 2 വാക്ക് പറ. ആണ്. ഞാൻ പായാണ് ആദ്യം ചെയ്തോണ്ടിരുന്നത്. അതിനാണ് എന്നെ വിളിച്ചായിരുന്നത്. അത് പാ നെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സർട്ടിഫിക്കറ്റ് വന്നു. വീണ്ടും ഇങ്ങോട്ട് ക്ഷണിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ പായല്ല, ഇപ്പോൾ നമുക്ക് കൊട്ട നിർമ്മാണമാണെന്ന് പറഞ്ഞു. താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. നോക്കാം. അങ്ങനെ നോക്കി വളരെ രസകരമായി ഇത് നോക്കി ഒരു പകുതി വർക്കിൽ എത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട്. എനിക്കൊന്ന് അലങ്കാര കൊട്ടയാണെന്ന് തോന്നുന്നല്ലേ ഇത്? അല്ലേ? ചിരിയിലുണ്ട് ഈ ഒരു സന്തോഷം അല്ലെ? ഈ സമയത്ത് ഈ ചിരിയിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ രസകരമായി പകുതി വർക്ക് എത്തിയിട്ടുള്ളൂ അല്ലെ? ഇങ്ങോട്ട് എനിക്ക് തരുമോ ഇത് കഴിയുമ്പോ? വളരെ രസകരമായി. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്തും ഇവിടെ 2-3 പേര് കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് വേറൊരു രസകരമായ ഡിസൈനിലുള്ളതാണല്ലോ അല്ലെ? വളരെ ചെറുതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ അല്ലെ? എനിക്ക് തോന്നുന്നു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു അല്ലെ? അപ്പൊ ഇതിനെ നിങ്ങൾക്കൊരു ബിസിനസ് ആയിട്ട് മാറ്റാനുള്ള ഒരു സാധ്യതകൾ ഇതിനകത്ത് കാണുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ എന്താ ഇതിന് ശേഷം നിങ്ങളുടെ പ്ലാൻ എന്താണ്? ഈ ഒരു പ്രധാനമന്ത്രിയുടെ ഈ ഒരു യോജനയിൽ നിങ്ങൾ ട്രെയിനിങ് ലഭിച്ചതിന് ശേഷം നിങ്ങൾ എന്താ അടുത്ത പരിപാടി നിങ്ങളുടെ? തുടർന്ന് കൊണ്ടുപോകണം. കൊട്ട നിർമ്മാണം അല്ലെ? അപ്പൊ എല്ലാവർക്കും ഇതിനോട് വളരെ പോസിറ്റീവായ സമീപനമാണ്. ഈ കോളേജിനെ കുറിച്ച് കൂടെ പറഞ്ഞു. ഇവിടെ നിങ്ങളിപ്പോ ആദ്യമായിട്ടാണോ വരുന്നത്? എങ്ങനെയുണ്ട് ഈ കോളേജിന്റെ അറ്റ്മോസ്ഫിയറും അന്തരീക്ഷവും ഒക്കെ? സഹകരണമൊക്കെ നല്ലപോലെ കിട്ടി. ഓക്കെ. അപ്പൊ പൊതുവെ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു പരിപാടി സർക്കാരുകൾ തുടർന്ന് വരണം, ചെയ്യണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പ്ലാൻ? കിട്ടണം. അപ്പൊ അത് ലഭിച്ചല്ലോ. ഇതിൽ കൂടുതൽ റെസ്പോൺസ് എനിക്കായിട്ടൊന്നും പറയാനില്ല. ഇവിടെ വളരെ സന്തോഷമുള്ള ഒരു 10-15 മുഖങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ കരകൗശല മേഖലയിൽ വൈദഗ്ധ്യമുള്ള ഒരു കൂട്ടം ആൾക്കാർ വീണ്ടും അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വരുന്നു. ഇവരുടെ അഭിപ്രായത്തിൽ നിന്നും വളരെ കാര്യമായിട്ട് തന്നെ പുരോഗതി നേടി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നമുക്ക് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമ്മുടെ നാടിന് സ്വന്തമായ ധാരാളം കൈത്തൊഴിലുകളുണ്ട്. ഇവയിലെല്ലാം നിപുണരായ തൊഴിലാളികളും നമുക്കുണ്ടായിരുന്നു. പാരമ്പര്യമായി ചെയ്തു വന്നിരുന്നത് കൊണ്ട് ഇവയെല്ലാം ക്രമേണ കുലത്തൊഴിലുകളായി മാറുകയും ചെയ്തു. എന്നാൽ ഇന്ന് കുട്ടികൾ കൂടുതലും കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് എത്തുന്നതോടുകൂടി ഈ കുലത്തൊഴിലുകൾ ചെയ്യുവാൻ ആളുകളില്ലാതായ സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ നിപുണരായ തൊഴിലാളികളുടെ അഭാവവും നമുക്കുണ്ട്. ഇത് പരിഹരിക്കുക എന്നുള്ളതാണ് PM വിശ്വകർമ്മ പ്രോജക്റ്റിന്റെ ഉദ്ദേശം. മേസൺറി, കാർപ്പൻട്രി, ഗോൾഡ് സ്മിത്ത്, ബ്ലാക്ക് സ്മിത്ത് തുടങ്ങിയ തൊഴിലുകൾ കൂടാതെ നമ്മുടെ പ്രധാന കുടിൽ വ്യവസായങ്ങളായ പാനെയ്ത്ത്, കുട്ടനെയ്ത്ത് തുടങ്ങിയ കാര്യങ്ങളിലും PM വിശ്വകർമ്മയിലൂടെ ട്രെയിനിങ് കൊടുക്കുന്നു. ഒരാഴ്ചത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഗവൺമെന്റ് സ്വയം തൊഴിൽ സംരംഭത്തിനുള്ള കുറഞ്ഞ പലിശയോടുകൂടിയ ലോണുകൾ അനുവദിക്കുന്നുണ്ട്. കൂടാതെ ആധുനിക രീതിയിലുള്ള ടൂൾ കിറ്റുകളും അവർക്ക് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റ് പ്ലാറ്റ്ഫോമായി കൂടി PM വിശ്വകർമ്മയുടെ പോർട്ടൽ മാറുകയാണ്. കൂടാതെ ഇവരുടെ ഡാറ്റാബേസ്
ഈ PM വിശ്വകർമ്മയുടെ പോർട്ടലിൽ എപ്പോഴും ഉണ്ടാകും. വരും കാലങ്ങളിൽ ഒരു നിപുണനായ തൊഴിലാളിയെ കണ്ടെത്തുന്നതിന് നമുക്ക് അന്വേഷിച്ച് അലയേണ്ട ആവശ്യം വരികയില്ല. PM വിശ്വകർമ്മ പോർട്ടലിൽ നോക്കിയാൽ വിദഗ്ധനായ ഒരു തൊഴിലാളിയുടെ എല്ലാ വിവരങ്ങളും അവിടെ ലഭ്യമാകും. സർട്ടിഫിക്കേഷനോടുകൂടിയുള്ള തൊഴിലാളികളെ നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ PM വിശ്വകർമ്മ പ്രോജക്റ്റിന്റെ ഉദ്ദേശം. IHRDയുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു കോളേജ് എന്ന നിലയിലാണ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കടുത്തുരുത്തിയും ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ കോളേജിൽ ആദ്യമായി നടത്തിയത് മേസൺറിയിലുള്ള പരിശീലനമാണ്. ആ പരിശീലനത്തിനെത്തിയ 16 പേരും വിജയകരമായി പൂർത്തിയാക്കുകയും അവർക്കെല്ലാവർക്കും ഗവൺമെന്റ് ലോൺ അനുവദിച്ചു നൽകുകയും ചെയ്തു. ആദ്യത്തെ ഘട്ടത്തിൽ 1 ലക്ഷം രൂപയും 18 മാസം കൊണ്ട് അത് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് 3 ലക്ഷം രൂപയുമാണ് ലോൺ കൊടുക്കുന്നത്. രണ്ടാമത്തെ ബാച്ച് കുട്ടനയത്തിലുള്ള പരിശീലനമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത സ്വയം തൊഴിൽ മേഖലയുടെ ഉന്നമനത്തെ ലക്ഷ്യമാക്കിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി 18 സ്വയം തൊഴിൽ മേഖലകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കടുത്തുരുത്തിയിൽ നിന്നും നമുക്ക് ട്രെയിനിംഗ് ലഭിക്കുന്നത് 4 ജോബ് റോളുകളിലാണ്. ട്രഡീഷണൽ മലക്കാർ, ട്രഡീഷണൽ ബാസ്ക്കറ്റ് മേക്കർ, കോൺക്രീറ്റ് മേസൺ, ടൈലറിംഗ്. പദ്ധതിയുടെ നൈപുണ്യ വികസന ക്ലാസുകൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനർമാരെ വെച്ച് പൂർണ്ണമായും സൗജന്യമായാണ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കടുത്തുരുത്തിയിൽ നിന്നും നൽകി വരുന്നത്. PM വിശ്വകർമ്മയുടെ ഭാഗമായിട്ടുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഒരു ദിവസം പത്രത്തിൽ കണ്ട ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇതിൻ്റെ ട്രെയിനറായിട്ട് പങ്കെടുക്കാനുള്ള കാരണം. എനിക്ക് 2 ദിവസത്തെ ട്രെയിനിങ്ങും 1 ദിവസത്തെ ഓൺലൈൻ എക്സാമിന് ശേഷമാണ് ഞാനിതിൻ്റെ ട്രെയിനറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ പദ്ധതി നാട്ടിലെ സാധാരണക്കാർക്ക് വളരെയേറെ ഗുണപ്പെടുന്നൊരു പദ്ധതിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാട്ടിൽ തൊഴിലില്ലാത്തവരും തൊഴിൽ മെച്ചപ്പെട്ടതാക്കണമെന്നും കരുതുന്നവർക്ക് വേണ്ടി PM വിശ്വകർമ്മ നടത്തുന്ന ട്രെയിനിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വിജയകരമായിട്ട് തന്നെയാണ് ഇവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് IHRD കോളേജിലെ പ്രിൻസിപ്പളും അധ്യാപകരും ഒക്കെ നല്ല രീതിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ വന്ന പഠിതാക്കളൊക്കെ നല്ല നിലയിൽ നിലവാരം പുലർത്തുന്നവരാണ്. നല്ല രീതിയിലാണ് ഇതുവരെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. PM വിശ്വകർമ്മ പദ്ധതിയുടെ 2ാമത്തെ ബാച്ചാണ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കടുത്തുരുത്തിയിൽ നടക്കുന്നത്. കഴിഞ്ഞ വർഷം കോൺക്രീറ്റ് മേസൺ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയ ആളുകൾക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും ടൂൾ കിറ്റുകളും വിതരണം ചെയ്യാൻ സാധിച്ചു. ഈ വർഷം കുട്ട നിർമ്മാണത്തിലാണ് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതകളാണ് ഇതിൽ പങ്കെടുക്കുന്നതെന്നുള്ളതാണ്.